Hello and welcome to Dania's classes. അപ്പോൾ നമ്മൾ ഇന്ന് പേജ് നമ്പർ 22ത്തെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് ചെയ്യുന്നത്. ഓക്കെ, പേജ് നമ്പർ 22ത്തെ ക്വസ്റ്റ്യൻ നമ്പർ 4 തുല്യ ത്രികോണങ്ങൾ എന്ന ലെസൺ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. അത് ഇനിയാളും മുന്നേ നമ്മുടെ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ നിർബന്ധമായിട്ടും അറിയിക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ തുല്യ ത്രികോണങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 റൂളുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വേഗം ഒന്ന് പറയാം ഏതൊക്കെയാണ് 4 റൂളുകൾ എന്ന്. ഒരു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും മറ്റു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളുമായി തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞത്? ഒരു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും മറ്റു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ തുല്യമായ വശങ്ങൾക്ക് ഈ വശമാണ് തുല്യം എന്ന് വിചാരിക്കൂ. ഇത് 6 സെന്റിമീറ്ററും ഇത് 6 സെന്റിമീറ്റർ എന്ന് വിചാരിക്കും. ഇതിന്റെ എതിരെയുള്ള കോണുകളാണ് തുല്യമായിരിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളായിരിക്കും തുല്യമായിരിക്കുക എന്ന് പറഞ്ഞു. മൂന്നാമത് പഠിച്ചത് ഒരു വശവും ഒരു ത്രികോണത്തിന്റെ ഒരു വശവും മറ്റൊരു വശവും അതിന്റെ ഇടയിലുള്ള കോണും, അതുപോലെ തന്നെ മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശവും 2 വശങ്ങളും അതിനുള്ളിലുള്ള കോണുകളും തുല്യമാണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ വശവും മറ്റു 2 കോണുകളും തുല്യമായിരിക്കും. അതായത് 2 വശവും അതിനുള്ളിലുള്ള കോണും പിന്നത്തെ ത്രികോണത്തിന്റെ 2 വശവും അതിനുള്ളിലുള്ള കോണും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ വശവും മറ്റു 2 കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റൂൾ ഏതാണ്? ഒരു വശവും അതിന്റെ 2 അറ്റത്തുള്ള കോണുകളും മറ്റൊരു ത്രികോണവും ഒരു വശവും അതിന്റെ 2 അറ്റത്തുള്ള കോണുകളും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോണും തുല്യമായ കോണുകളുടെ എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റൂള്. അങ്ങനെ 4 റൂൾസ് ആണ് ഉള്ളത് തുല്യ ത്രികോണങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമുക്കിനി നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം, സമയം കളയാതെ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് റീഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ചിത്രത്തിലെ ത്രികോണം ABC, ത്രികോണം PQR ഇവയിൽ AB ഈക്വൽ ടു QR, AB എന്ന് പറഞ്ഞത് QR എന്നാണ് പറഞ്ഞിട്ടുണ്ട്. BC ഈക്വൽ ടു RP, CA ഈക്വൽ ടു PQ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് CDPS ഇവ തുല്യമാണോ എന്തുകൊണ്ട്. വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ത്രികോണം ABC, ത്രികോണം PQR ഇവയുടെ പരപ്പളവുകൾ തമ്മിൽ എന്താണ് ബന്ധം എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ. CDPS ഇവ തുല്യമാണോ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. CDയും അതുപോലെ തന്നെ PS-ഉം തുല്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു വശം ആണ് അല്ല, CD എന്ന് പറയുന്നത് ഒരു വശം, PS എന്ന് പറയുന്നത് ഒരു വശം. ഈ വശങ്ങൾ തുല്യമാണെന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ത്രികോണങ്ങൾ തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വശങ്ങളും എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 ത്രികോണങ്ങൾ എടുക്കാം. ADC എന്നുള്ള ത്രികോണവും അതുപോലെ PQS എന്നുള്ള ത്രികോണവും എടുക്കാം. എന്നിട്ട് നമുക്കത് തുല്യമാണോ നോക്കി കഴിഞ്ഞാൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ വശങ്ങളും തുല്യമായല്ലോ. അപ്പൊ തുടങ്ങല്ലേ. ത്രികോണം ADC, ത്രികോണം PQS. ഓക്കെ, ഇനി ഇതില് ഈ 2 ത്രികോണത്തില് ഈ AC എന്ന് പറയുന്ന ഈ വശം, അതായത് AC എന്ന് പറയുന്ന വശം ഏത് വശത്തിനോട് തുല്യമാണ്? PQ എന്നുള്ള വശത്തിനോട് തുല്യമാണ് അല്ലെ. CA AC എന്നൊക്കെ പറയുന്നത് സെയിം തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? AC ഈക്വൽ ടു PQ. എന്തുകൊണ്ടാണ് AC ഈക്വൽ ടു PQ എന്ന് പറയുന്നത്? അത് നമുക്ക് തന്നിട്ടുണ്ട്. AC ഈക്വൽ ടു PQ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരെണ്ണത്തിന്റെ കാര്യം കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് AB ഈക്വൽ ടു QR എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. AB ഈക്വൽ ടു QR എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ 3 വശങ്ങളും, അതായത് ഈ വലിയ ത്രികോണത്തിന്റെ, നമ്മൾ ഈ ചെറിയ ത്രികോണത്തിന്റെ കാര്യമാണ് എടുക്കുന്നത്, ഈ വലിയ ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അത് നമുക്കറിയാലോ. തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അത് നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ചെറിയൊരു ത്രികോണമാണല്ലോ എടുക്കുന്നത്.
അപ്പൊ ഈ വലിയ ത്രികോണത്തിന്റെ ഈ ഇത്, അതായത് ഈ വലിയ ത്രികോണത്തിന്റെ ഈ ഒരു കോൺ മാത്രമാണ് നമ്മുടെ ഈ ത്രികോണത്തിൽ വരുന്നത് അല്ലെ. ഈ എ ബി സി എന്നുള്ള വലിയ ത്രികോണത്തിന്റെ ഈ ഒരു കോൺ എ മാത്രമാണ് നമ്മുടെ ഈ എ ഡി സിയിൽ വരുന്നത്. അപ്പൊ ഈ കോൺ എ എന്ന് പറയുന്നത് എന്തിനെവിടെയെങ്കിലും തുല്യമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എ ബി ഈക്വൽ ടു ക്യു ആർ എന്ന് പറയുമ്പോൾ ഇതിന്റെ എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ബി. എ ബി എന്ന് പറയുമ്പോൾ എയും ബിയും അല്ലാത്ത കോൺ, അതായത് കോൺ സി ഈക്വൽ ടു ക്യു ആർ. ക്യൂവും ആറും അല്ലാത്ത കോൺ പി ആയിരിക്കും. ഇനി ബി സി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏതായിരിക്കും ഇതിന്റെ എതിരെയുള്ള കോൺ വരുന്നത്? ബിയും സിയും അല്ലാത്ത കോൺ എ ഈക്വൽ ടു പി ആർ എന്ന് പറയുമ്പോൾ ഏത് കോണായിരിക്കും? പിയും ആറും അല്ലാത്ത കോൺ, അതായത് കോൺ ക്യൂ ആയിരിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നോക്കിക്കോളൂ, കറക്റ്റ് തന്നെയാണ് കിട്ടാട്ടോ. ഇനി സി എന്ന് പറയുമ്പോൾ എയും സിയും അല്ലാത്ത കോൺ ബി ഈക്വൽ ടു പി ക്യൂ എന്ന് പറയുമ്പോൾ കോൺ ആർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ കിട്ടി കോൺ എ ഈക്വൽ ടു കോൺ ക്യൂ എന്ന് കിട്ടി. കോൺ എ ഈക്വൽ ടു കോൺ ക്യൂ എന്ന് നമുക്ക് കിട്ടി, കണ്ടോ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? കോൺ എ ഈക്വൽ ടു കോൺ ക്യൂ. ഇതിന്റെയും കാരണം എന്താണ്? ഇത് നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പൊ രണ്ട് സൈഡുകളും അതുപോലെ രണ്ട് കോണും തുല്യമാണെന്ന് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അപ്പൊ ഈ സൈഡും ഈ കോണും തുല്യമാണെന്ന് കിട്ടി, ഈ സൈഡും അതുപോലെ തന്നെ ഈ കോണും തുല്യമാണെന്ന് കിട്ടി. അപ്പൊ ഒരു സൈഡും അതിന്റെ ഒരറ്റത്തുള്ള കോണും കിട്ടി, ഒരു സൈഡും അതിന്റെ ഒരറ്റത്തുള്ള കോണും കിട്ടി. അപ്പൊ നമുക്ക് നോക്കാം ഈ കോണിനെ നമുക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലെ. ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്തുള്ള കോണും, അങ്ങനെയല്ല നമുക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ രണ്ട് സൈഡും അതിന്റെ ഉള്ളിലുള്ള കോണും. അപ്പൊ നമുക്ക് ഈ കോണിന്റെ കാര്യം ഒന്ന് നോക്കാം. അപ്പൊ ഈ കോൺ കിട്ടിക്കഴിഞ്ഞു. ഈ കോൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സമഭുജിയാന്ന് നമ്മുടെ അടുത്ത്, അല്ല എന്താ പറയാ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് ലംബ സമഭാജിയാന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കോൺ എത്രയാന്നുള്ളത്, ഈ കോൺ ഈക്വൽ അല്ലേ? കോൺ എ ഈക്വൽ ആണ്, അതുപോലെ തന്നെ കോൺ പി യും ഈക്വൽ ആണ്, കോൺ ഡി ഈക്വൽ ആണ്, കോൺ എസ് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? രണ്ട് കോണുകൾ തുല്യമായി. അപ്പൊ ഈ കോണും തുല്യമായിരിക്കും. കറക്റ്റ് അല്ലേ പറയുന്നത്? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോൺ എ സി ഡി ഈക്വൽ ടു കോൺ, അതായത് എ സി ഡി ഈക്വൽ ടു കോൺ ക്യു പി എസ്. അതായത് കോൺ പി അല്ലെങ്കിൽ കോൺ സി. എങ്ങനെയാണ് ഈ കോൺ എന്ന് നമ്മൾ തുല്യമാണെന്ന് പറയുന്നത്? ഒരു ത്രികോണത്തിന്റെ രണ്ട് ത്രികോണങ്ങളുടെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും അല്ലെ. അതിന് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. കോൺ എ എന്ന് പറയുന്നത് ഒരു 40 ഡിഗ്രിയാണെന്ന് വിചാരിക്കൂ. അപ്പൊ നമുക്കറിയാം കോൺ എയും കോൺ ക്യൂവും സെയിം ആണ്. അപ്പൊ കോൺ ക്യൂവും 40 ഡിഗ്രി ആയിരിക്കും. കോൺ ഡി എന്ന് പറയുന്നത് 100 ഡിഗ്രിയാന്ന് ഇവർ തന്നിട്ടുണ്ട്. അതുപോലെ കോൺ എസ് എന്ന് പറയുന്നതും, കോൺ ഡി എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺ എസ് എന്ന് പറയുന്നതും 90 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെയും 90 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? കോൺ സി എന്ന് പറയുന്നത് ഇത് 90 പ്ലസ് 40 130 50 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ കോൺ ഇവിടെ പി യു എന്തായിരിക്കും? ഇതേപോലെ 50 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയില്ലോ? അപ്പൊ ഈ രണ്ട് കോണുകളും തുല്യമായതുകൊണ്ട് മൂന്നാമത്തെ കോണും തീർച്ചയായിട്ടും തുല്യമായിരിക്കും അല്ലെ. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. കോൺ എ സി ഡി ഈക്വൽ ടു കോൺ പി ക്യു എസ് എന്ന് പറയുമ്പോൾ, അതായത് കോൺ സിയും കോൺ ഡിയും തുല്യമാണ്. എന്ത് കണ്ടാണ്? ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമായാൽ, ഒരു ത്രികോണത്തിന്റെ എന്നല്ല, ത്രികോണങ്ങളുടെ രണ്ട് കോണുകൾ തുല്യമായാൽ മൂന്നാമത്തെ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ രണ്ട് കോണുകൾ തുല്യമായാൽ മൂന്നാമത്തെ കോണും തീർച്ചയായിട്ടും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ ഈ ഒരു വശവും രണ്ട് കോണുകളും തുല്യമാണെന്ന് നമുക്ക് കിട്ടി കഴിഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഈ ത്രികോണങ്ങൾ എന്ന് പറയുന്നത് തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണെങ്കിൽ
തുല്യമായ ആംഗിളിന്റെ എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? therefore ത്രികോണം ADC ഈക്വൽ ടു ത്രികോണം PQS. എന്താണ് ആ റൂൾ എഴുതണം. തുല്യമായ ഒരു ത്രികോണത്തിന്റെ ഒരു വശവും രണ്ട് കോണുകളും തുല്യവും അതുപോലെ മറ്റു ത്രികോണത്തിന്റെ ഒരു വശവും രണ്ട് കോണും തുല്യമാണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ കോണുകളുടെ എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. ഓക്കെ, അതിവിടെ റൂള് നമ്മൾ എഴുതണം. സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? CD ഈക്വൽ ടു PS ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. therefore CD ഈക്വൽ ടു PS. എന്തുകൊണ്ടാണ് CD ഈക്വൽ ടു PS എന്ന് പറയുന്നത്? ഒരു ത്രികോണത്തിന്റെ തുല്യമായ കോണുകളുടെ എതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. എന്തുകൊണ്ടാണ് തുല്യമായ കോൺ എന്ന് പറയുന്നത്? കോൺ എയും അതുപോലെ തന്നെ കോണ് ക്യൂവും നമ്മൾ തുല്യമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ എതിരെയുള്ള വശങ്ങൾ, ക്യൂവിന്റെ എതിരെയുള്ള വശം എയുടെയും എതിരെയുള്ള വശം. അപ്പൊ എന്താണ് എഴുതേണ്ടത്? തുല്യമായ കോണുകളുടെ എതിരെയുള്ള വശങ്ങളും തുല്യമായ കോണുകളുടെ എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ കറക്റ്റായി. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത്? ഇനി നമുക്ക് ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം അടുത്ത എന്താ പറയാ സബ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. അതായത് ഫോർത്ത് പ്രോബ്ലത്തിൽ തന്നെ അടുത്ത സബ് ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ PQR ഇവയുടെ പരപ്പളവുകൾ തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRും. എന്താണ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത്? ഏതാണ്? വലിയ ട്രയാങ്കിൾ ആണ് അല്ലെ. ഈ ABC എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളും അതുപോലെ തന്നെ ത്രികോണം PQR എന്ന് പറയുന്നത് ഈ വലിയ ത്രികോണവും അല്ലെ. ഇവയുടെ പരപ്പളവുകൾ തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പരപ്പളവിന്റെ ഫോർമുല ഒന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് അത് അതിന്റെ ബന്ധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ത്രികോണം ABC ആദ്യം തന്നെ പരപ്പളവിന്റെ ഫോർമുല എഴുതാം. പരപ്പളവ് ഈക്വൽ ടു 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. ഇതാണ് അതിന്റെ ഫോർമുല വരുന്നത്. 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരം, ഇതാണ് അതിന്റെ ഫോർമുല. അപ്പോൾ ത്രികോണം ABCയുടെ പരപ്പളവ് ഈക്വൽ ടു ABCയുടെ പരപ്പളവ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇനി പാദം എന്ന് പറയുന്നത് എത്രയാണ്? ഇതിന്റെ പാദം എന്ന് പറയുന്നത് ABCയുടെ പാദം എന്ന് പറയുന്നത് ഈ ലംബീയ സമഭുജി ഉണ്ടല്ലോ, അത് മീറ്റ് ചെയ്യുന്ന ഈ ലൈനെയാണ് നമ്മൾ പാദം എന്ന് പറയുക. അപ്പൊ ഏതാണ് വരുന്നത്? AB. ഓക്കെ, പാദം ഇങ്ങനെ കിട്ടാന്ന് മനസ്സിലായല്ലോ. ഈ ലംബീയ സമഭുജി മീറ്റ് ചെയ്യുന്ന ഈ ലൈനെയാണ് നമ്മൾ പാദം എന്ന് പറയുക. AB ഇൻറ്റു പിന്നെ ഉയരം എന്ന് പറയുന്നത് CD. ഓക്കെ, അതേപോലെ തന്നെ ത്രികോണം PQRന്റെ പരപ്പളവ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇതേപോലെ തന്നെ ഇതിന്റെ ലംബീയ സമഭുജി മീറ്റ് ചെയ്യുന്ന ലൈൻ QR ഇൻറ്റു പിന്നെ ഉയരം എന്ന് പറയുന്നത് PS. കിട്ടിയല്ലോ? ഇങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിന്റെ ഫോർമുല. ഇനി നമുക്കറിയാം AB എന്ന് പറയുന്നത് QR ആണ്. അത് എന്തുകൊണ്ടാണ് AB ഈക്വൽ ടു QR എന്ന് പറയുന്നത്? ഇത് നമുക്ക് തന്നിട്ടുണ്ട്. AB ഈക്വൽ ടു QR എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? CD ഈക്വൽ ടു PS എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ പ്രോബ്ലം ആയിരുന്നത്. CDയും PSും സമമാണോ എന്നായിരുന്നു, തുല്യമാണോ എന്നായിരുന്നു നമ്മുടെ പ്രോബ്ലം ഉണ്ടായിരുന്നത്. അപ്പൊ CD ഈക്വൽ ടു PS എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിലെ എന്ത് എഴുതാൻ പറ്റും? 1/2 ഇൻറ്റു ABക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? QR എന്ന് എഴുതാൻ പറ്റും. അതുപോലെ CDക്ക് പകരം നമ്മൾ എന്ത് എഴുതാൻ പറ്റും? PS എന്ന് എഴുതിയൂടെ? ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ ABCയുടെ പരപ്പളവ് ഈക്വൽ ടു 1/2 ഇൻറ്റു QR ഇൻറ്റു PS എന്ന് എഴുതിയൂടെ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? therefore രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവ്
തുല്യമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ സെക്കൻഡ് സെക്ഷൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.